പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവിന്റെ കൂടെ ഈ ദിവസം ചെലവിടുമ്പോൾ വെൻ യു ബിഗിൻ യുവർ ഡേ, നോക്ക്, ഏത് കാര്യത്തിലും നമ്മുടെ തുടക്കം നല്ലതാണെങ്കിൽ അതിന്റെ അവസാനവും നല്ലതായിരിക്കും. വെൻ യു സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ക്രൈസ്റ്റ്, ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. ഇന്ന് കർത്താവുമായിട്ട് ഈ ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ യു ഹാവ് മെയ്ഡ് യുവർ ഡേ. നമ്മൾ ഈ ദിവസം എന്തൊക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു, ഏതൊക്കെ നന്മ കാണാൻ ആഗ്രഹിക്കുന്നു, കർത്താവിന്റെ കരം ആ കാര്യത്തിലെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്. വാക്ക് പറഞ്ഞ കർത്താവ് അന്ത്യത്തോളം കർത്താവ് വിശ്വസ്തനാണ്. ആ കർത്താവിനെ മുറുകെ പിടിച്ച് ജീവിതത്തിൽ മുന്നോട്ട് ഓടിക്കൂ, ഒന്നിനും കുറവ് വരത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും അറിയിക്കുന്നു. കർത്താവ് ഉണ്ടാക്കിയ ദിവസം നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം. കർത്താവ് കൂടെ ഉണ്ടെന്നേ. കർത്താവ് ഒരിക്കലും കൈവിടത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ പോലെ ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഒരിക്കലും വാക്ക് മാറത്തില്ല. ആ ഒരു വാക്ക് പോലെ ജീവിക്കാൻ, അല്ലേ? ഞാനോ ലോകാവസാനത്തോളം ഒരു മനുഷ്യൻ അല്ലല്ലോ, അല്ലേ? ഈ മുഴുവൻ സൃഷ്ടിച്ച ഇത്രയും വലിയൊരു കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞാൽ വേറെ എന്തേലും വേണം? അതെ, ഈ ലോകത്തില് നമ്മളെക്കാട്ട് അധികാരവും നമ്മളെക്കാട്ട് പണവും ഒക്കെ ഉള്ള ഒരാൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു ധൈര്യമല്ലേ? അത് വാക്ക് മാറും. മനുഷ്യൻ വാക്ക് മാറുമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്ക് ഒരിക്കലും മാറത്തില്ല. ഞാനും എല്ലാ നാളും ലോക അവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞൊരു കർത്താവ്. ആ കർത്താവിൽ ആശ്രയിച്ച നമ്മൾ മുൻപോട്ട് പോകുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 16-20 വാക്യം പറയുക, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. കർത്താവ് അവരുടെ കൂടെ ഇരുന്നു, ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നു, അവരുടെ കൂടെ പ്രവർത്തിച്ചു. അവരാൽ നടയ അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. കർത്താവ് കൂടെ ഇരിക്കുന്നവന്, നമ്മളെ കൈവിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല. ഞാൻ കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഉണ്ടെന്നേ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ആ വിഷയത്തിന്റെ മധ്യത്തിലും കർത്താവ് ഉണ്ട്. ഒന്ന് വിശ്വസിച്ച്, ഞാൻ ഇന്ന് കടന്നു പോകുന്ന ആ കടഭാരത്തിന്റെ മധ്യത്തിൽ എന്റെ കർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ആ കടഭാരം എന്നെ വിട്ടുമാറും, രോഗം സൗഖ്യമാകും, അത്ഭുതം നടക്കും. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്റെ കർത്താവുണ്ട്. ചിലപ്പോൾ ഇന്നിപ്പോ അവര് നിങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലായിരിക്കാം, പക്ഷെ പ്രാർത്ഥന മുടക്കരുത്. ആ വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച് ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി, നിങ്ങൾക്ക് അനുഗ്രഹമായി. ഇന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ അനുഗ്രഹമല്ലായിരിക്കാം, അവർ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലായിരിക്കാം, അവരുടെ വഴികളിലായിരിക്കാം അവർ നടക്കുന്നത്. പക്ഷെ പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ കർത്താവിൽ വിശ്വസിച്ച്, കർത്താവ് എന്റെ കൂടെ ഉണ്ട്, കർത്താവ് അറിയാതെ എന്റെ തലമുറയിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നൊന്ന് വിശ്വസിച്ച് അത്ഭുതം നടക്കുമെന്ന്, അവർ തിരിഞ്ഞു വരുവെന്നേ, അവർ ഈ കർത്താവിനെ അറിയുവെന്നേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ, കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കാതിരിക്കുന്ന അനേകരുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ആദ്യ സമയം പറയാം. കർത്താവ് കൂടെയുണ്ട്, അവർക്കുള്ള തുണകളെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവെ എന്റെ കുഞ്ഞിന് വേണ്ടി ഒരുക്കിയ തുണ വെളിപ്പെടണേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടെ ഇരിക്കാം. നിങ്ങൾ ആ കർത്താവിനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടോ? അത് കർത്താവില്ലാതാണോ നടക്കുന്നത്? പലപ്പോഴും ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും ഭയപ്പെട്ടും ഒക്കെ ഇരിക്കുമ്പോൾ കർത്താവിനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ വിശ്വസിച്ച് ആ കർത്താവിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിലിരിക്കുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യും. നോക്ക്, കർത്താവ് അവരുടെ കൂടെ ഇരുന്നു, അല്ലേ? ദാറ്റ്സ് ദ ബിഗസ്റ്റ് കോൺഫിഡൻസ് വി ഹാവ് ഇൻ ക്രൈസ്റ്റ്. കർത്താവ് പറയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. ആ വാക്ക് കർത്താവ് പാലിക്കുന്നത് കർത്താവ്. ശിഷ്യന്മാർ പുറപ്പെട്ടു, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് കർത്താവ് അവരോട് പറഞ്ഞ വചനത്തെ എന്ത് ചെയ്തു? ഉറപ്പിച്ച് പോന്നു. പ്ലീസ്, ആ കർത്താവ് വിശ്വസ്തനാണ്. പത്രോസിന്റെ ലേഖനത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്, പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു വാക്യമാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അവിടുന്ന് ആരംഭിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് അതിന്റെ 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കും. അതുകൊണ്ട് തക്ക
തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് കർത്താവിന്റെ ശക്തിയുള്ള ഭുജത്തിന്റെ കീഴിൽ താണിരിപ്പി. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഉറപ്പോടെ നിങ്ങളോട് പറയാം, ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് വിൽ ബി ഓൾവേസ് വിത്ത് യു. കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ ഇരിക്കും. അവന്റെ ശക്തിയുള്ള ഭുജത്തിന്റെ കീഴിൽ താണിരുന്നാൽ മതി. ഇവിടെ ദൈവവചനം പത്രോസ്ലീഹ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഏതുകൊണ്ട് അതിന്റെ തൊട്ടു മുമ്പലത്തെ 2 വാക്യം കൂടെ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുകയും എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുകയും ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് താഴ്മയുള്ളവർക്ക് അവൻ ഇഷ്ടം പോലെ കൃപ നൽകുന്നു. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ശക്തിയുള്ള ഭുജത്തിന്റെ കീഴിൽ ഹംബിൾ യുവർ സെൽഫ്. ആ കർത്താവിന്റെ കരത്തിന്റെ കീഴിൽ ഈ കർത്താവിന്റെ കരത്തിന്റെ കീഴിൽ താണിരിപ്പാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവവചനത്തിൽ പത്രോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യം, പ്ലീസ്, മൂപ്പന്മാർക്ക് കീഴടങ്ങി. നിങ്ങൾ നോക്ക്, എവിടെയൊക്കെ അധികാര സ്ഥാനങ്ങളുണ്ടോ അധികാര സ്ഥാനങ്ങൾക്ക് കീഴടങ്ങുന്ന ഒരു വ്യക്തിയാണോ ഒന്നിനും കുറവ് വരത്തില്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ട് നടക്കാൻ നിങ്ങൾ റെഡിയാണോ ഒന്നിനും നമ്മുടെ നമ്മൾ പറയുകയല്ലേ, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കർത്താവാക്കിയ സഭയിൽ അധികാരങ്ങളുണ്ട്, ഈ ലോകത്ത് അധികാര സ്ഥാനങ്ങളുണ്ട്. ആ അധികാര സ്ഥാനങ്ങളിലെല്ലാം അവരൊക്കെ ആരാ, അങ്ങനെ അവരെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അവരെക്കാട്ടിൽ അറിവുണ്ടായിരിക്കാം, അവരെക്കാട്ടിൽ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, അവരെക്കാട്ടിൽ കഴിവുണ്ടായിരിക്കാം, അവരെക്കാട്ടിൽ പണമുണ്ടായിരിക്കാം, അവരെക്കാട്ടിൽ അറിവുണ്ടായിരിക്കാം. പല കാര്യങ്ങളും നമ്മൾ അവരെക്കാട്ടിൽ ചിലപ്പോൾ ലോകപ്രകാരം നോക്കിയാൽ മുമ്പിലായിരിക്കും. എന്നാൽ ദൈവവചനം പറയാണ് എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു. ആ അധികാര സ്ഥാനത്ത് ഒരു വ്യക്തി അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ യു വിൽ സീ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ് വർക്കിംഗ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ കരം. എന്താ കർത്താവിന്റെ കരം? എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഉയർത്തിയാണ് പ്രവർത്തിക്കുന്നത്. അവ ദൈവവചനം പറയാണ്, തക്ക സമയമാകുമ്പോൾ അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന്. ആ ഉയർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ എവിടെയാണോ നിങ്ങൾ താണു കിടക്കുന്നത്, എവിടെയാണോ ഭാരപ്പെട്ടത് കിടക്കുന്നത്, ആ സ്ഥലങ്ങളിൽ അസാധാരണമായ ഉയർച്ച എന്റെ കർത്താവ് തരാൻ മതിയായവനാണ്. നമുക്ക് ഈ ദൈവത്തിന് കീഴടങ്ങാൻ വലിയ പ്രോബ്ലം ഒന്നുമില്ല, അല്ലേ? നമുക്ക് ദൈവത്തിന് കീഴടങ്ങാൻ, ദൈവം സർവശക്തനാണ്, ഈസ് ദ ഓൾമൈറ്റി ഗോഡ്, ഇതെല്ലാം നമുക്കറിയാം. ആ കർത്താവിന് കീഴടങ്ങാൻ പ്രശ്നമില്ല. എന്നാൽ ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് സഭയിലായിരിക്കാം, ഈ ലോകത്തിലായിരിക്കാം, നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കാം, നിങ്ങളുടെ MLA ആയിരിക്കാം, നിങ്ങളുടെ MP ആയിരിക്കാം, എവിടെയൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ നോക്ക്, കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങളുടെ മാതാപിതാക്കൾ അത് കർത്താവ് ദൈവം ആക്കിയിരിക്കുന്ന ആ വീട്ടിൽ ജനിച്ചത്, ആ മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞായിട്ട് ജനിച്ചത് അത് ദൈവം അനുവദിച്ചതാണ്, വീട്ടിലോട്ട് നിങ്ങളെ അയച്ചതാണ്. പ്രൈസലോ. അപ്പം അവർക്കൊക്കെ എവിടെയൊക്കെ അധികാര സ്ഥാനങ്ങൾ കാണുന്നോ, അധികാര സ്ഥാനങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അധികാര സ്ഥാനങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന പോലെയാണ്. അങ്ങനെ ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്നാൽ ഒന്നിനും ജീവിതത്തിൽ കുറവില്ല. തക്ക സമയമാകുമ്പോൾ അസാധാരണമായ ഉയർച്ച നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഈ വചനം എന്ന് പറയുന്നത് ഒന്ന് ദിസ് എ വേർഡ് ഓഫ് എൻകറേജ്മെന്റ്, എനിക്ക് ഉത്സാഹം തരുന്ന ഒരു വാക്കാണ്. 2, ദിസ് ഇസ് എ വേർഡ് ഓഫ് വാർണിംഗ്. ഇത് നമ്മളെ കോഷൻ ചെയ്യുന്ന, നോക്ക്, എവിടെയെങ്കിലും എനിക്ക് നിഗളം വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും എനിക്ക് അഹങ്കാരം കയറിപ്പോയിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ എന്നെ ഓർപ്പിക്കുന്ന കാര്യം, ഹംബിൾ യുവർ സെൽഫ്. നിങ്ങൾ കർത്താവിന്റെ വചനത്തിന് ഒന്ന് കീഴ്പ്പെട്ടിരുന്നേ. ആ കീഴ്പ്പെട്ടിരുന്നാൽ അവിടെയെല്ലാം കർത്താവിന്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് കാണും. എവിടെയെങ്കിലുമൊക്കെ മറുതലിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഞാൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ, എന്നിലെ ഞാൻ എഴുന്നേറ്റ് എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഞാനല്ല, ഇറ്റ്സ് ദ ഓൾമൈറ്റി, ഇറ്റ്സ് എ ഗോഡ് വർക്കിംഗ് ഫോർ യു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് ഈ ദൈവവചനം പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ എവിടെയൊക്കെ കർത്താവിനെ ഹംബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ ദൈവപ്രവൃത്തി നടക്കുന്ന കണ്ടിട്ടുണ്ട്. എവിടെയെല്ലാം കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ആ വാക്ക് കർത്താവ് നിവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് പഴയ നിയമത്തിൽ ഈ പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 17-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും
ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിപരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. അവനിലല്ലോ നാം അവനിൽ അങ്ങ് ജീവിക്കുകയും അവനിൽ ചലിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്കും ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. അവരുടെ ജീവിതത്തിൽ എല്ലാ നല്ല ദാനങ്ങളും, യാക്കോബ് പറയുന്ന പോലെ എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ സ്വർഗത്തിന്റെ പിതാവിൽ നിന്ന് വരും. അവർക്കൊന്നിനും കുറവ് വരത്തില്ല. അവരുടെ ജീവിതത്തിൽ സപ്ലൈക്ക് ഒന്നിനും കുറവ് വരത്തില്ല. നിങ്ങൾ കർത്താവിന്റെ ഭുജത്തിന്റെ കീഴിൽ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവൻ സ്വർഗത്തിൽ നിന്ന് കർത്താവ് തരിക തന്നെ ചെയ്യും. വാക്ക് പറഞ്ഞ കർത്താവ് വിശ്വസ്തനാണ്. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ജോഷുവയുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മോശ മരിച്ചുപോയി. അവരുടെ ലീഡറായിരുന്നു. ആൻഡ് ജോഷുവ വാസ് എ സ്മോൾ ചൈൽഡ് വാക്കിംഗ് വിത്ത് മോസസ്. ആ മോശയുടെ കൂടെ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ജോഷുവ നടന്ന ഒരു വ്യക്തിയാണ്. തന്റെ ദാസനായ മോശ മരിച്ചുപോയി. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുന്നു. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ മോശയോട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ജോഷുവയോട് പറയാം, ഞാൻ മോശയുടെ കൂടെ എങ്ങനെ ഇരുന്നോ നീ കണ്ടിട്ടില്ലേ? നിന്റെ ബാല്യകാലം മുതൽ നീ കണ്ടിട്ടില്ലേ ഈ ജനത്തെ ഞാൻ എങ്ങനെയാണ് നടത്തിയത്? ഒരു ലീഡറായിട്ട് തന്റെ മുന്നിൽ മോശ നടന്ന് എന്റെ വാക്ക് കേട്ട് അനുസരിച്ച് മോശ മുമ്പോട്ട് പോയതുപോലെ ഞാൻ നിന്നെ ചില കാര്യങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. നീ എന്റെ വാക്ക് കേട്ട് മുമ്പോട്ട് പോയാൽ ഒരു കാര്യമുണ്ട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നമ്മൾ ഈ ജോഷുവയുടെ പുസ്തകം മുഴുവൻ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതികൂലങ്ങളും വെല്ലുവിളികളും യുദ്ധ സമാനമായ അനുഭവങ്ങളും യോർദാൻ പോലെയുള്ള സ്ഥലം നോക്ക്. ആ ചെങ്കടലിന്റെ മധ്യത്തിൽ കണ്ടതാണ്. കൊച്ചു പയ്യനായിട്ട് ജോഷുവ ആ ചെങ്കടലിന്റെ മുമ്പിൽ നിന്നതാണ്. അവിടെ മോശയുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കുന്നത് കണ്ടു. അവിടെ ചെങ്കടൽ വറ്റി ഉണങ്ങിയ നിലത്തൂടെ അവർ അക്കരയ്ക്ക് പോയത് കണ്ടതാണ്. എന്നാൽ ആ കർത്താവ് ജോഷുവയോട് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ ഏതൊക്കെ പ്രതികൂലം വന്നാലും, ഏതൊക്കെ യുദ്ധങ്ങൾ വന്നാലും, ഏതൊക്കെ പ്രതിസന്ധികൾ നീ നേരിടേണ്ട വന്നാലും അവിടെയെല്ലാം എന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്നൊന്ന് വിശ്വസിക്കാമോ? ആർക്കൊക്കെയോ വേണ്ടി സ്വർഗം തുറക്കുന്നത് ഞാൻ കാണുകയാണ്. കർത്താവിന്റെ കരം ഇറങ്ങി വരുന്നത് കാണുകയാണ്. നിങ്ങൾ തകർന്ന് കിടക്കുകയാണ്. സമൺ ഇസ് ഷാറ്റേഡ്. നിങ്ങൾ ഉടഞ്ഞ് തകർന്ന് കിടക്കുന്ന അനുഭവത്തിൽ ഇരിക്കുന്ന ചിലരോടാണ് ഞാൻ പറയുന്നത്. തകർന്ന് കിടക്കുകയാണ്. എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ പൊളിഞ്ഞു കിടക്കുന്നു. ഒരു പൊളിഞ്ഞ മതിൽ പോലെ, പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടം പോലെ എന്തൊക്കെയോ ജീവിതത്തിൽ പൊളിഞ്ഞു കിടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ആ പൊളിഞ്ഞു കിടക്കുന്നവരോട് ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, ഹംബിൾ യുവർ സെൽഫ് അണ്ടർ ഹിസ് മൈറ്റി ഹാൻഡ്. ആ കർത്താവിന്റെ ഭുജത്തിന്റെ കീഴിൽ ഒന്ന് താണിരുന്നു. നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ ഉയർത്തും. നിങ്ങൾ ഒരിക്കലും തള്ളപ്പെട്ടു പോകത്തില്ല. നിങ്ങൾ നിരാശപ്പെട്ടു പോകത്തില്ല. നിങ്ങൾ ദുഃഖിക്കേണ്ട വരത്തില്ല. ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി ഇറ്റ് ഈസ് ഷോർട്ട് ലീവ്. അതിന് അല്പായുസ് മാത്രമേ ഉള്ളൂ. ആ പ്രതിസന്ധിക്കകത്ത് എന്റെ കർത്താവിന്റെ കരം ഇറങ്ങി വരുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. അവിടെ പറയുകയാണ്, ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ തന്നെ നിന്റെ കൂടെ ഇരിക്കും. നിന്റെ കാൽ ചവിട്ടുന്നിടം, നിങ്ങൾ എവിടെ പുറപ്പെട്ടു പോകുന്നോ, എവിടെയൊക്കെ നീ കടന്നു പോകുന്നോ, ആരോടൊക്കെയോ നീ സംസാരിക്കുന്നോ, അവിടെയെല്ലാം എന്റെ കരം, എന്റെ ഫേവർ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരിക്കലും നീ ലജ്ജിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നോക്ക്, അതിന്റെ 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവർ യോർദാന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ യോർദാന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പം കലങ്ങി മറിഞ്ഞ് യോർദാൻ നദി ഒഴുകി വരികയാണ്. അവർക്ക് യോർദാൻ കടന്നേ പറ്റത്തുള്ളൂ. അവരുടെ വാഗ്ദത്ത ദേശത്തോട്ട് അവർക്ക് കടക്കണമെങ്കിൽ they should have a crossover. ഇന്നും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുകയാണ്, ആരോ ആ വാഗ്ദത്തത്തിന്റെ തൊട്ട് അരികിൽ നിൽക്കുകയാണ്. ആരോ ഒരു വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ തൊട്ടു മുമ്പിൽ ഒരു പ്രതികൂലം നിൽക്കുന്നത് പോലെ ഒരു യോർദാൻ ആരുടെയൊക്കെ മുമ്പിൽ ഉയർന്ന് നിൽക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുകയാണ്, മുമ്പോട്ട് പോ, എന്റെ കർത്താവിന്റെ കാര്യം നിങ്ങളുടെ കൂടെ ഇരിക്കും. മൂവ് ഫോർവേഡ്, മുമ്പോട്ടൊന്ന് പോയിക്കേ, അടുത്ത ഒരു സ്റ്റെപ്പ് ഒന്ന് വെച്ചേ. ആരും ഇല്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണോ? ചില വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വാദിച്ച് നിൽക്കുകയാണോ? നിങ്ങൾ മുമ്പോട്ട് ഒരു കാല് ഒന്ന് എടുത്തു വെച്ചേ, മുമ്പോട്ടൊരു സ്റ്റെപ്പ് വെച്ചേ, യേശുവിന്റെ നാമം ഒന്ന് ഉപയോഗിച്ചേ. അവിടെ ആ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ പിന്നോട്ട് മാറാൻ തുടങ്ങും. നീ പോലും കാണാത്ത മണ്ഡലത്തിൽ എന്റെ കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ തുടങ്ങും. അതിന്റെ 4-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇക്കരെ കടക്കാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ
ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഒരു അനുഭവമുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. ഈ ചെങ്കടൽ പറ്റിച്ച് കളഞ്ഞതുപോലെ യോർദാനിലെ ഹീസ് ദ സെയിം. അതാണ് 13:8 പറയുന്നത്. എബ്രായ ലേഖനം 13:8 പറയുന്നത് ഹീസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ ഇന്നലകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിനും ചെയ്യാൻ കർത്താവ് മതിയായവനാണ്, നാളെയും ചെയ്യാൻ കർത്താവ് മതിയായവനാണ്. ഹി വിൽ ബി ഓൾവേസ് ദെയർ ഫോർ യു ടു ദ എൻഡ് ഓഫ് ദ ഏജസ്. ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ തന്നെ കാണും. ഈസ് അവൈലബിൾ. ഇന്ന് ആരോടോ പറയുകയാണ്, എനിക്ക് ആരുമില്ല എന്ന് പറയുന്ന ആരോടോ പറയുകയാണ്, ഹീസ് ഓൾവേസ് ദെയർ ഫോർ യു. അമ്മ തന്റെ കുഞ്ഞുങ്ങളെ കൈവിട്ടാലും ഞാൻ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് നിശ്ചയമായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ കാണും. സോ ഡു നോട്ട് വെറി. ഇവിടെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ചെങ്കടലിൽ വറ്റിച്ച കർത്താവ് യോർദാൻ വറ്റിക്കാൻ മതിയായവനാണ്. ഈ യോർദാൻ അതിന്റെ 3-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ, അതിന്റെ 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യോർദാൻ കലങ്ങി മറിഞ്ഞ് ഒഴുകി വരികയാണ്, കുത്തി ഒലിച്ച് യോർദാൻ വരികയാണ്. എന്നാൽ ഈ യോർദാന്റെ അവിടെ വന്ന് അവർ തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് അവര് യോർദാനിലോട്ട് വെക്കുമ്പോൾ കലങ്ങി മറിഞ്ഞു വരുന്ന യോർദാൻ പിൻവാങ്ങിപ്പോയി. നിങ്ങളുടെ സാഹചര്യം എത്ര വലുതാണെങ്കിലും, എത്ര കലങ്ങി മറിഞ്ഞതാണെങ്കിലും, എത്ര ശക്തിയുള്ളതാണെങ്കിലും, ആ ഒഴുക്ക് എത്ര ശക്തിയുള്ളതാണെങ്കിലും അതിനെ പിൻവാങ്ങി അതിനെ പുറകോട്ട് മാറ്റാൻ എന്റെ കർത്താവിന് ശക്തിയുണ്ട്. നിന്റെ പ്രതികൂലങ്ങളെക്കാട്ടിൽ ശക്തിയാണ് ദൈവത്തിന്റെ മഹത്വത്തിന്. ദൈവത്തിന്റെ മഹത്വത്തെ കുറച്ച് കാണരുത്. എന്റെ കർത്താവിന്റെ കൈയെ കുറച്ച് കാണരുത്. ആരും നിങ്ങളെ സഹായിക്കാനില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ പ്രതികൂലത്തിന്റെ മധ്യത്തിലും ഹി വിൽ ബി ഓൾവേസ് ദെയർ ഫോർ യു. മൈ ജീസസ് ഇസ് അവൈലബിൾ 24/7. എന്റെ കർത്താവ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിശ്ചയമായിട്ടും ഒന്ന് ഉറപ്പിച്ച് അതൊന്ന് വായിച്ച് ഷിൻ ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. അതിന്റെ 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കൊയ്ത്ത് കാലത്ത് യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുക്കിയപ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. 20 മൈല് മേളിൽ ചെറ പോലെ വെള്ളം കെട്ടി നിന്നു. നിങ്ങൾ ചിലപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കാണുന്നില്ല. നിങ്ങൾ പോലും കണ്ടിട്ടില്ല. ഗോഡ് ഹാസ് ഡാംഡ് ഇറ്റ്. 20 മൈല് മുകളിൽ അപ്സ്ട്രീമിൽ എന്ത് ചെയ്തു? ഒരു ഡാം പോലെ എന്ത് ചെയ്തു? യോർദാൻ നിന്നു. ഒന്നുമില്ല, ഡാം ഒന്നും കെട്ടേണ്ട ആവശ്യമില്ല. ദൈവത്തിന് എന്നെ അസാധ്യം, കർത്താവിന് എന്നെ പ്രവർത്തിക്കാൻ മേലാത്ത, കർത്താവിന് എന്നെ തുറക്കാൻ മേലാത്ത. ഞാൻ ഒറ്റ കാര്യം ദൈവമക്കളോടെല്ലാം, നിങ്ങളും നിങ്ങളുടെ തലമുറയും ആ കർത്താവിനെ മുറുകെ പിടിച്ച് രാവിലെ ഒന്ന് നിന്ന്, രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഷീന ചിപ്പിയോട് പറയുന്നു, ഇന്ന് വൈകിട്ട് നമുക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട്, നമ്മുടെ ഗലാത്യ ലേഖനമാണ് പഠിക്കുന്നത്. അതാ നിങ്ങൾ ബിൽഡ് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്യണം. അവരെ വിളിച്ചിരുത്തണം, അവരെ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കണം, അവരെ വിളിച്ചിരുത്തി ദൈവവചനമൊക്കെ വായിച്ച് ആ ദൈവവചനമൊക്കെ ചിന്തിച്ച് ചില കാര്യങ്ങളൊക്കെ അതിന്റെ അകത്തുനിന്നൊന്ന് പറഞ്ഞ് ആ ദൈവവചനത്തിൽ ഒന്ന് ശ്രദ്ധ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ, ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ബിൽഡ് ദർ ഫെയ്ത്ത്. നിങ്ങളുടെ തലമുറകൾ ഞാൻ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, പിള്ളേർ ഇന്ന് വീട്ടിൽ ഇരിക്കട്ടെ, നമുക്ക് സഭായോഗത്തിന് പോയിട്ട് വരാം. ഡോണ്ട് ഡു ഇറ്റ്. നിങ്ങളത് ചെയ്യരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലോട്ട് വരുമ്പോൾ വിശ്വാസം കുറഞ്ഞല്ല വരേണ്ടത്, വർദ്ധിച്ചു വരണം. അവരുടെ ഫെയ്ത്ത് വർദ്ധിച്ചു വരണം. നമുക്കൊന്ന് പോയിട്ട് വരാം, കുഞ്ഞുങ്ങൾ വീട്ടിൽ ഇരിക്കട്ടെ. നോ, അങ്ങനെ വിടരുത് കുഞ്ഞുങ്ങളെ. ഇവിടെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ജോഷുവയുടെ പുസ്തകം കഴിഞ്ഞ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നോക്കിക്കേ, ഒരു തലമുറ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞു പോവുകയാണ്. അവർക്ക് ഇന്നലകളിൽ ഉണ്ടായ അനുഭവം അവരുടെ തലമുറകളിലോട്ട് വന്നപ്പോ ഇല്ല. നഷ്ടപ്പെട്ടു പോകല്ലേ. ആ കർത്താവെന്ന് പറഞ്ഞ ഹീസ് ആൽഫ ആൻഡ് ദ ഒമേഗ. ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെയിരിക്കും. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിന്റെ വരവോളം അത് തികയ്ക്കാൻ മതിയായവനാണ്. ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒരു സൗകര്യമൊക്കെ ആയി, ആ പ്രതികൂലം ഇന്ന് കടന്നു പോകുന്ന ആ പ്രതികൂലമൊക്കെ ആയി കഴിയുമ്പം ലോകത്തിന്റെ വഴികളിലോട്ട് പിന്നെ ഓടരുത്, കർത്താവിനെ വിട്ടു പോകരുത്. അതൊക്കെ അന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു, അന്ന് ഇങ്ങനെ നടന്ന്. നോ 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 നോ, ഇറ്റ്സ് ഗോഡ്. കർത്താവാ ചെയ്ത്. ആ കർത്താവിനെല്ലാം മഹത്വം. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു വിഷയത്തിലാണ് കർത്താവിലോട്ട് വന്നത്, അല്ലേ?
ഒരു പ്രതികൂലത്തിന്റെ മധ്യത്തിലാണ് കർത്താവിലോട്ട് വന്നത്. അപ്പൊ ആ വിഷയം വിടുതലായി. പക്ഷെ കർത്താവ് ഇതല്ല നമുക്ക് തരാനിരിക്കുന്നത്. നമ്മൾ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം, ഇപ്പൊ നിനക്ക് എന്നാ കുഴപ്പം, ഇപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ നീ കൂട്ടായ്മയ്ക്ക് പോകുന്നത്, പിന്നെ എന്തിനാ നീ പ്രാർത്ഥന എന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, ഇതൊന്നും അല്ല കർത്താവ് എനിക്ക് നിങ്ങൾക്ക് തരാനിരിക്കുന്നത്. ഇതല്ല ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ വന്നപ്പോ വാസ്തവത്തിൽ ഒരു സൗഖ്യത്തിന് വേണ്ടിയാ പോയല്ലേ ഷിന വസിക് വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ഹീലിംഗിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ആ മീറ്റിംഗിൽ പോയത്. പക്ഷെ ആ മീറ്റിംഗിന്റെ മധ്യത്തിൽ വെച്ച് ഞങ്ങൾക്ക് വലിയൊരു എൻകൗണ്ടർ ഉണ്ടായി. വി മെറ്റ് ദ ഹീലർ. സൗഖ്യമാക്കുന്നവനെ ഞങ്ങൾ കണ്ടുകൊണ്ട്. പക്ഷെ മുമ്പോട്ട് പോയപ്പോഴാണ് മനസ്സിലായ ഹീലിംഗ് അല്ല, ഹീലിംഗ് അതൊരു ആരംഭമായിരുന്നു, അതൊരു അനുഭവമായിരുന്നു, അതൊരു ആദ്യത്തെ ഒരു ഫസ്റ്റ് വിറ്റ്നസിങ്ങിനുള്ള ഒരു അവസരമായിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ വലുത് അല്ലേ, എത്രയോ വലുത് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു. ഇപ്പോഴും തീർന്നിട്ടില്ല. ദൈവത്തിന്റെ പ്രവൃത്തി ഒരിക്കലും തീരത്തില്ല. കർത്താവിന്റെ പ്രവൃത്തി തീർന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയാം, ഇട്ടിട്ട് പോകരുത്. ഇവിടെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ചെങ്കടലിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന കർത്താവ് ഈ യോർദാനിലും എന്ത് ചെയ്യും, അവരുടെ കൂടെ നിശ്ചയമായി. അതിന്റെ പേരാ വിശ്വാസം. നമുക്ക് വിഷയമില്ലാത്ത ജീവിതം അല്ല ഈ ലോകത്തിലെ വിഷയങ്ങളൊക്കെ കാണും. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, വിഷയമുള്ളതുപോലെ തന്നെ കർത്താവ് ഉണ്ട്. കർത്താവ് അവിടെ കൂടെ കാണും, കർത്താവരുടെ കൂടെ പ്രവർത്തി. അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവരുടെ കൂടെ ഇരുന്ന് വചനത്തെ ഉറപ്പിച്ചു അല്ലെ. കർത്താവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഹി വിൽ ബി ഓൾവേസ് ദെയർ ഫോർ യു. അതാ ജോഷുവയോട് പറയുന്ന വാക്കും, മോശയോട് കൂടെ ഇരുന്ന പോലെ. ഒരു ജനറേഷൻ മാറിയത് കൊണ്ട് എന്റെ സ്വഭാവം മാറത്തില്ല. ഒരു തലമുറ മാറിയെന്ന് പറഞ്ഞ് എന്റെ സ്വഭാവം മാറത്തില്ല. നിങ്ങളുടെ സ്വഭാവം മാറാതിരുന്നാൽ മതി അല്ലെ, നമ്മുടെ സ്വഭാവം മാറാതിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്, പോകരുത്. നോക്ക്, അതിന്റെ 11-ാം അധ്യായം അതിന്റെ 6-ാം നോക്ക്, 20 മൈലും മുകളിൽ എന്ത് ചെയ്യുന്നു, ചെറ പോലെ എന്ത് ചെയ്തു, യോർദാൻ അവിടെ നിന്നു. അതിന്റെ 11-ന്റെ 6 വായിച്ച. അപ്പോൾ യഹോവ യോശുവയോട്, അവരെ പേടിക്കണ്ട, ഞാൻ നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രായേലിന്റെ മുമ്പിൽ ചത്തു വീഴുമാറാക്കും. നോക്ക്, ഒരു യുദ്ധം വരികയാണ്, എതിർപ്പുകൾ വരികയാണ്, പ്രതികൂലങ്ങൾ വരികയാണ്. അവിടെ കർത്താവ് പറയാ, നീ ഇതൊന്ന് കണ്ട്, നീ ഈ യുദ്ധവും ഈ പടയും നോക്ക്, പല രാജ്യങ്ങൾ നിന്നെ ആക്രമിക്കാൻ വരുന്നതും നിന്റെ ശത്രുക്കളെ ഒന്നും കണ്ട് ഭയപ്പെടേണ്ട. അങ്ങനെയുള്ള സമാനമായ അനുഭവങ്ങളിൽ നിന്ന് യുദ്ധസമാനമായ അനുഭവങ്ങളിൽ കടന്നുപോകുന്ന ചിലരോട് പറയുകയാണ്, നാളെ ഈ സമയമാകുമ്പോൾ, ഇതൊരു ദൂതായിട്ട് വേണമെങ്കിൽ എടുത്തോ, നാളെ ഈ സമയമാകുമ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്ന ആ പ്രതികൂലത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണത്തില്ല. ഇറ്റ് വിൽ പാസ്. അതെന്ത് വിഷയമാണെങ്കിലും, അത് രോഗമായിക്കോട്ടെ, അത് മറ്റേതെങ്കിലും വെല്ലുവിളി ആയിക്കോട്ടെ, അതൊരു സാമ്പത്തിക ആവശ്യമായിക്കോട്ടെ, നിങ്ങളെ എതിർത്ത് നിൽക്കുന്ന ചിലരായിക്കോട്ടെ, നിങ്ങളെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കുന്ന ചില വിഷയമായിക്കോട്ടെ, നിങ്ങൾ ആ വിഷയത്തെ കാണത്തില്ല. യു വിൽ നെവർ സീ ഇറ്റ് ടുമോറോ. നാളെ നോക്കിക്കോണം. ഇവിടെ പറയുകയാണ്, നാളെ നോക്കിക്കോണം. ഞാൻ നാളെ ഈ നേരമൊക്കെയും നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രയേലിന് മുമ്പിൽ ചത്തു വീഴും. നിന്റെ പ്രതികൂലം ചാകും. എത്ര വലുതാണെങ്കിലും ദ ക്യാൻസർ വിൽ ഡൈ ആൻഡ് യു വിൽ ലീവ്. നിന്റെ പ്രതികൂലം എന്നാണോ, ആ സാമ്പത്തിക വിഷയമാണോ, ആ ദാരിദ്ര്യമാണോ, ആ ദാരിദ്ര്യം ചത്തുപോകും. നീ ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കും. ഒരു പ്രതികൂലത്തിനും ഒരു പ്രശ്നത്തിനും ദൈവമക്കളെ നിന്റെ എതിരെ നിൽക്കാൻ സാധിക്കത്തില്ല. യു ആർ എ സ്ട്രോങ് ടവർ. നിങ്ങൾ ഉറപ്പുള്ള ഒരു പാറമേൽ അടിസ്ഥാനപ്പെട്ടവരാണ്. നിങ്ങളെ ഒന്നിനും തൊടാൻ സാധിക്കത്തില്ല. യേശുവിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. നിങ്ങളെ ഒരു പ്രതികൂലവും നിങ്ങളെ തൊടത്തില്ല. അത് എത്ര വലുതാണെങ്കിലും അത് നിങ്ങളെ വിട്ടുപോകും. ഇവിടെ നോക്കിക്കേ, ആ ജോഷുവയുടെ പുസ്തകം നിങ്ങൾ നോക്കുമ്പോൾ മുഴുവൻ എത്ര വലിയ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും അവിടെ ധൈര്യത്തോടെ തന്റെ ഇടത്തോടെ ജോഷുവ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. തല ഉയർത്തിപ്പിടിച്ച് നിർത്തോണം. ഒരിക്കൽ ഒരു ദൂതൻ നിൽക്കുന്ന കണ്ടപ്പോൾ ജോഷുവ വാളൂരി, ദൂതന്റെ നേരെ വാളൂരി. നീ ഞങ്ങളുടെ പക്ഷമാണോ അവരുടെ പക്ഷമാണോ? നീ ശത്രുപക്ഷമാണോ ഞങ്ങളുടെ പക്ഷമാണോ? ദൂതന്മാരോട് പോലും എന്ത് ചെയ്യാൻ പോവുക, യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ തന്റെ ഒരു ദൈവവൈതൽ ഒരു വിഷയം കാണുമ്പോൾ ഫോമിലാകാൻ തുടങ്ങണം.
ഒരു ദൈവവൈദ്യൻ ഒരു വിഷയം കാണുമ്പോൾ വേണം അവിടെ അയ്യോ പൊത്തോ എന്നാ ചെയ്യോ അയ്യോ ബ്രദറെ പ്രാർത്ഥിക്കണേ. അവിടെയല്ല ദൈവവൈദ്യൻ, അവിടെയാണ് തല ഉയർത്തി പിടിക്കണ്ടേ. ഇല്ല, ദ ലോർഡ് ഈസ് വിത്ത് മീ, എന്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് എന്റെ കൂടെ തന്നെ ഉണ്ട്. അവന്റെ കരം ഇതിന്റെ അകത്തോട്ട് ഇറങ്ങി വരും. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ ചില വഴികൾ, ദൈവത്തിന്റെ ചില പ്രവർത്തികൾ എന്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ പോവുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവവൈദ്യനിൽ നിന്നോ ഒന്നിനും കുറവ് വരത്തില്ല. നാളെ ഇവിടെ പറയാണ്, നാളെ ഈ സമയമാകുമ്പോ, ഇന്ന് ആരോട് ഞാൻ ദൂത് പോലെ വിളിച്ചു പറയാണ്, നാളെ ഈ സമയമാകുമ്പോ നിങ്ങൾ ഇന്ന് കണ്ട ആ പ്രതികൂലത്തെ കാണത്തില്ല. ഇന്ന് അതിനെ ഇങ്ങനെ തരണം ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുകയാണോ? ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട. ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് വിൽ കം ഡൗൺ. സ്വർഗം തുറക്കും, ആകാശത്തിന്റെ കിളിവാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഇട പോരാതെ വണ്ണം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ he will bless you abundantly, exceedingly abundantly, in surplus. He will bless you and you will overflow in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങും. You will lack nothing. അങ്ങനെ ധൈര്യത്തോടെ ഒന്നിരുന്നേ, ആ വിഷയത്തെ നോക്കി ഒന്ന് ഞെളിഞ്ഞേ, ആ വിഷയത്തെ നോക്കി തല ഉയർത്തിപ്പിടിച്ച് ഒന്നിരുന്നേ, കൂനിക്കൂടി ഇരിക്കാതെ ആ വിഷയത്തെ കാണുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് വിരിഞ്ഞ് അതിന്റെ എതിരെ നിന്നേ. ആകയാൽ എനിക്ക് തോന്നാം, ഐ ഹാവ് ജീസസ് ഓൺ മൈ സൈഡ്. എന്റെ സൈഡിൽ നിൽക്കുന്നത് കർത്താവാണ്. അവൻ എന്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് എന്റെ തല ഒരിക്കലും കുനിഞ്ഞു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നോക്ക്, ഒന്ന് രണ്ട് വാക്യങ്ങളൂടെ വേഗത്തിൽ വായിച്ചു പോവുകയാണ്. ജോഷുവയുടെ പുസ്തകം അതിന്റെ 24-ാം അധ്യായം അതിന്റെ 15 ഒന്ന് വായിച്ചു. യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമ്മോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെപ്പോ. ഇവിടെ ജോഷുവ ഒരു തീരുമാനം പറയുകയാണ്. ഞാൻ എന്റെ കാര്യം ഞാൻ പറയും, എനിക്ക് നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. ജോഷുവ പറയുകയാണ്, ഞാൻ എന്റെ കാര്യം ഞാൻ പറയുകയാണ്, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. വാട്ട് ഈസ് യുവർ ചോയ്സ്? നിങ്ങളുടെ ചോയ്സ് അല്ല. കർത്താവിന്റെ കൂടെ നിൽക്കുമോ? ലൈഫ് ടൈം, ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ആ കർത്താവിൽ അങ്ങ് നിന്നാൽ നിങ്ങളും നിങ്ങളുടെ ജോഷുവ പറഞ്ഞ ഞാനും എന്റെ കുടുംബവും, മീ ആൻഡ് മൈ ഫാമിലി, മീ ആൻഡ് മൈ ചിൽഡ്രൻ. എടുക്കാവോ തീരുമാനം? വീട്ടിൽ ഇരുത്തിയിട്ട് പോരരുതേ ആ കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ ആരാധനയ്ക്ക് നിങ്ങളുടെ കൂടെ ഇരുത്തണം. ഞാൻ പലപ്പോഴും ചർച്ചിൽ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട്, ദ ഫാമിലി ഷുഡ് സിറ്റ് ടുഗദർ. കുടുംബം മതി. അപ്പൊ ഷീന എന്നോട് ചോദിക്കും, ഞാൻ അങ്ങനെയാണ് സ്റ്റേജിൽ വന്നിരിക്കേണ്ടത്. നോക്ക് കുടുംബം ഒന്നിച്ചിരുന്നേ, അവിടെ വചനമൊക്കെ കേൾക്കുമ്പോൾ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് അതൊന്ന് ഏറ്റെടുത്തേ. ആ ഫാമിലി, ഹസ്ബൻഡും വൈഫും. ഇത് നമ്മുടെ ഇത് അച്ചായൻ മുമ്പേ നടക്കും, ഭാര്യ 2 അടി പുറകെ നടക്കും, കുഞ്ഞുങ്ങൾ 3 അടി പുറകെ നടക്കും. ഒന്നിച്ചൊന്ന് കൈ ഓർത്ത് പിടിച്ച് ഒരു വീട്, ദ ഫാമിലി ഹു പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. നിങ്ങൾ ഒന്നിച്ച് കൈ ഓർത്ത് പിടിച്ചോ, ഒന്നിനും കുറവ് വരുന്നില്ല. പകുതി പേര് വീട്ടിൽ ഈ ആഴ്ച അച്ചായം പോകും, അടുത്ത ആഴ്ച ഞാൻ പോകാം. കഷ്ടമാകട്ടെ, ചെയ്യരുത്. ആ കുടുംബമായിട്ട് ഒന്നിച്ച് ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്നിച്ചേർന്നേ. ഇല്ലേ, നോക്ക്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങൾ ഒരു വിഷയം കാണുമ്പോൾ അവരുടെ വിശ്വാസം കെട്ടുപോകും. തലമുറകളിലോട്ട് വരും. നിങ്ങളുടെ തലമുറകൾ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ അറിഞ്ഞ ആ കർത്താവിൽ അവരും നിലനിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് നേടണമെന്ന് അനുഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ തലമുറകൾ തങ്കുബ്രദർ പറയുന്ന പോലെ ലോകത്തിൽ ഉന്നതനും ക്രിസ്തുവിൽ പ്രസിദ്ധരമായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഒറ്റ കാര്യമുള്ളൂ, നിൽക്കണം കർത്താവിന്റെ കൂടെ. ഡോണ്ട് റൺ അവേ. ഞായറാഴ്ച മാത്രമേ ഉള്ളൂ, അല്ലാത്ത 6 ദിവസവും പിള്ളേരെ എല്ലാത്തിനും പറഞ്ഞു. സ്കൂളിൽ ഞാൻ പലപ്പോഴും പറയും ഷീന, സ്കൂളിൽ നമ്മൾ കുഞ്ഞുങ്ങളെ സമയത്ത് വിടും. ഓഫീസിൽ ജോലിക്ക് പോകുമ്പോൾ സമയത്ത് വരും, സമയത്ത് പോകും. ട്യൂഷനാണെങ്കിൽ സമയത്ത് വിടും. സഭായോഗത്തിൽ വരുമ്പോൾ മാത്രം സമയത്ത് വരത്തില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഐ ഓൾവേസ് എൻകറേജ് പീപ്പിൾ. ഞായറാഴ്ച രാവിലെ ഉറങ്ങുന്ന ഞായറാഴ്ച രാവിലെ നീ ആദ്യം കർത്താവിനെ നിങ്ങളുടെ ലൈഫ്, ഞാൻ പറയാം, യുവർ ലൈഫ് വിൽ ചേഞ്ച്. നിങ്ങളുടെ ജീവിതത്തിന്റെ മൊത്തം ഭാവം മാറാൻ തുടങ്ങും. സ്റ്റാർട്ട് വിത്ത് വർഷിപ്പ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവർ ഒന്നിച്ചുകൂടി, അവര് കർത്താവിനെ ആരാധിച്ചു. അവര് ഒന്നിച്ചു കൂടിയപ്പം ഈ ഒന്നിച്ചു കൂടുന്നത് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ.
ഞായറാഴ്ചകളിൽ കാണുന്നത് സെലിബ്രേഷനാണ്, ആഘോഷമാണ്. വി ഹാവ് ഗ്യാതേർഡ് ടുഗദർ ടു സെലിബ്രേറ്റ് ദ കിങ് ഓഫ് കിങ്സ്. രാജാതി രാജനെ ആഘോഷിക്കാൻ, സെലിബ്രേറ്റ് ചെയ്യാൻ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ആ സ്തോത്രം ഉയരുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ദ ഗ്ലോറി വിൽ ഡിസെൻഡ് ഫ്രം ഹെവൻ. ഇവിടുന്ന് സ്തുതി ഉയരുമ്പോൾ അവിടുന്ന് മഹത്വം ഇറങ്ങി വരും. അവിടുന്ന് സ്വർഗം ചില ഗിഫ്റ്റുമായിട്ട്, സ്വർഗം തുറന്ന് ചില ഗിഫ്റ്റുമായിട്ട് ഇറങ്ങി വരും. ചില വിഷയങ്ങളിലൂടെ കടന്നു പോകുമായിരിക്കും. അവിടെ കർത്താവ് എന്നെ സ്ട്രെങ്തൻ ചെയ്യും, അവിടെ എന്നെ ബലപ്പെടുത്തും, എന്നെ ശക്തീകരിക്കും. അവൻ എന്നെ ഉറപ്പുള്ള പാറമേൽ എന്ത് ചെയ്യും? കർത്താവ് എന്നെ നിർത്തും. ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. നമ്മുടെ ആരാധനയ്ക്കുള്ള സമയം അതായിരിക്കും. നിങ്ങളുടെ പ്രയോറിറ്റി യേശുവാണോ? സെറ്റ് യുവർ പ്രയോറിറ്റീസ്. നിങ്ങളുടെ പ്രയോറിറ്റി യേശുവാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. എന്നാ ചിലരെ ഞാൻ കാണുന്നുണ്ട്, ഞായറാഴ്ച ദിവസം എത്ര മേലേലും എഴുന്നേക്കാൻ പോലും മേലാത്ത സാക്ഷ്യം പറയുന്ന കേട്ടിട്ടില്ല. ഇന്നെനിക്ക് വരാൻ ഒക്കത്തില്ലായിരുന്നു, ഇന്നെനിക്ക് ശാരീരികമായി ഒരു സൗഖ്യവും ഇല്ലായിരുന്നു. പക്ഷെ അവര് വന്നാ വിടുതലോടെയാക്കി. അതെ, അവര് പലപ്പോഴും സാക്ഷ്യം പറയുന്നത്, ഇന്ന് വരാൻ എനിക്ക് യാതൊരു ഒരു നിവൃത്തിയില്ലായിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് വന്നു, കർത്താവ് എന്നെ സൗഖ്യമാക്കി എന്ന് പറയുന്ന എത്രയോ പ്രാവശ്യം. അത് ഈ ടെസ്റ്റിമണി മിക്ക ഞായറാഴ്ചയും ആരേലും ഒക്കെ പറയുന്നത് കേൾക്കാം. ഞാൻ പറഞ്ഞത് അങ്ങനെ കർത്താവിൽ അങ്ങോട്ട് യഥാസ്ഥാനപ്പെട്ട് ഇവിടെ എനിക്ക് ഭയങ്കര ഈ വചനം എനിക്ക് ഭയങ്കരമായിട്ട് ഈ വാക്യം ഇഷ്ടപ്പെട്ടു. ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിക്കാൻ ഞങ്ങൾക്ക് സംഗതി വരും. ഈ അന്യദൈവങ്ങളെ എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം പറയാം, ഈ വിഗ്രഹം എന്നൊക്കെ പറയുന്നത് മറ്റെന്താണേലും ജീവിതത്തിൽ നിങ്ങളുടെ പണമാണോ, നിങ്ങളുടെ മറ്റ് എന്തെങ്കിലും നിങ്ങൾ വാല്യൂ, ദൈവത്തെക്കാൾ അധികം മറ്റൊന്നിനെയും വാല്യൂ ചെയ്യരുത്. ഈ അന്യദൈവവും വിഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അതിനെ പറഞ്ഞ മറ്റൊന്നും നിങ്ങളുടെ യേശു ആയിരിക്കണം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ്. മറ്റൊന്നും നിങ്ങളുടെ വിഗ്രഹമായി തീരരുത്. നമ്മുടെ പണമോ സ്വാധീനമോ നമ്മുടെ കഴിവോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ കുടുംബ പാരമ്പര്യമോ ഞങ്ങളൊക്കെ ഒന്നുമില്ലെന്ന് ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അല്ലേ, അത്രേ ഉള്ളൂ. രാവിലെയും ഒരു കോൾ വന്നു, ഇന്ന ബ്രദർ മരിച്ചുപോയി എന്ന് പറഞ്ഞു. നോക്ക്, ഒന്നുമില്ല. നമുക്ക് അഹങ്കരിക്കാനോ പുകഴാനോ ഈ ദിവസം കണ്ടോ, താങ്ക് യു, അത്രേ ഉള്ളൂ. നാളത്തെ ദിവസം ഉണ്ടോ അറിയത്തില്ല. പക്ഷെ ഞാൻ ഇവിടെ വിട്ടുപിരിഞ്ഞാൽ പോൾ പറഞ്ഞതുപോലെ ഞാൻ ക്രിസ്തുവിനോട് കൂടിയാണ്. ഇവിടെ ഞാൻ ആബ്സെന്റ് ആണെങ്കിൽ അവിടെ നിശ്ചയമായിട്ടും ഞാൻ പ്രസന്റ് ആണ്. നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങള് കർത്താവിനെ മുറുകെ പിടിച്ച ജോഷുവ പറഞ്ഞ പോലെ ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ കർത്താവിനെ സേവിക്കും. ആ കർത്താവിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് കേട്ടോ. ആ കർത്താവിനെ നോക്ക്, അവരുടെ ആ തലമുറ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ജഡ്ജസിലോട്ട് വരുമ്പോൾ ഒന്ന് വായിച്ചേ, ജഡ്ജസ് അതിന്റെ 2-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ കാലത്തൊക്കെ യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലമൊക്കെയും ജനം യഹോവയെ സേവിച്ചു. എന്നാൽ യഹോവയുടെ ദാസനായ നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രീം പർവ്വതത്തിലെ തിമാത്ത് ഹേരയിൽ ഗായേമിയുടെ വടക്കുവശത്ത് അവന്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറെ ഒരു തലമുറ ഉണ്ടായി. ആ തലമുറ കർത്താവിനെ പിൻപറ്റി അവർ നിന്നു. എന്നാൽ അതിന് കഴിഞ്ഞ ശേഷം ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ജനറേഷനെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ. ഞാൻ ഇന്ന് എനിക്ക് ഷീന അത് പറഞ്ഞപ്പോൾ ചിപ്പി ഇതിലെ പോയപ്പം ഷീന ചിപ്പിയോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് നമുക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട്, ഗലാത്യ ലേഖനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് ആ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവിൽ എന്നെ ഭയങ്കര, ഞാൻ ഈ വാസ്തവത്തിൽ ഈ ഇതിലോട്ട് വന്നത് ആ വാക്ക് ഷീന പറയുന്ന ആ വാക്ക് കേട്ടപ്പോഴാണ് ഈ വചനത്തിന്റെ അകത്തോട്ട് വന്നത്. നോക്ക്, നമ്മുടെ തലമുറകളെയൊക്കെ ക്രിസ്തുവിൽ ഉറപ്പിച്ച് നിർത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടെ. ചിലരൊക്കെ വീണും പല വഴിയിലും ഒക്കെ ഒന്ന് തിരിഞ്ഞു പോയെന്ന് വരാം. പക്ഷെ എന്ത് ചെയ്യണം? അവരെ തിരിച്ചു കൊണ്ടുവരണം, അവരെ യഥാസ്ഥാനപ്പെടുത്തണം, അവരെ ചേർത്ത് പിടിക്കണം. അവൻ പോയ വഴി അങ്ങ് പോട്ടെന്നല്ല. ചിലരങ്ങനെയാണ്, അവനങ്ങനെ പോയെങ്കിൽ അവനങ്ങനെ പോട്ടെന്നല്ല. അവനെ വിടരുത്, അവനെ വിട്ടുകൊടുക്കരുത്, അവനെ പിശാചിന്റെ കയ്യിലോട്ട് വിട്ടുകൊടുക്കരുത്. അവൻ പിശാചിന്റെ ആയുധമായി ഒരിക്കലും മാറരുത്. അവൻ അനുഗ്രഹമാണ്. അവൻ ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും നമ്മുടെ കമ്മ്യൂണിറ്റിക്കും
നമ്മുടെ വീടിനും അവന്റെ സഭയ്ക്കും ജോലി സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഹി ഷുഡ് ബി എ ബ്ലെസ്സിങ്. നമ്മുടെ മകനായിക്കോട്ടെ, മകളായിക്കോട്ടെ, നമ്മുടെ തലമുറ, ഞാനും എന്റെ കുടുംബവുമോ. ദാറ്റ്സ് എ ഡിസിഷൻ, ദാറ്റ്സ് എ മേജർ ഡിസിഷൻ. ഞാനും എന്റെ കുടുംബമോ യഹോവയെ സേവിക്കും. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ വീക്കായി പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ, കം ബാക്ക്. ഞാൻ നിങ്ങളെ മടക്കി വിളിക്കുകയാണ്. കം ബാക്ക്. അവന്റെ സന്നിധിയിലോട്ട് വന്നു. ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ സീ ഹിസ് ഹാൻഡ്. നിങ്ങളുടെ ലൈഫ് ടൈം മുഴുവൻ, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ എന്റെ കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നതാണ്. സോ ലെറ്റ് us pray. ഇന്ന് ഒരു സമർപ്പണമാക്കട്ടെ കർത്താവിന്റെ കാര്യങ്ങൾ. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഈ പ്രസംഗിക്കുന്ന, ഈ സംസാരിക്കുന്ന ഈ ദൈവവചനം ദിസ് ഈസ് ഫോർ മീ ഓൾസോ, എനിക്കും വേണ്ടി കൂടിയാണ്. ഞാൻ അങ്ങനെ ഞാൻ ഈ രാവിലെ ഈ എല്ലാ ദിവസവും ടുഗദർ വിത്ത് ജീസസ് ഒക്കെ സംസാരിച്ച് ഓരോ ദിവസം കഴിയുമ്പോഴും ഞാനും യഥാസ്ഥാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തികഞ്ഞു എന്നല്ല, ഞാനും തികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം എന്നോട് കൂടെ സംസാരിക്കുകയാണ്. ദിസ് വേർഡ് ഈസ് എഡിഫൈങ് മീ ഓൾസോ. എന്നെയും കർത്താവ് നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. നന്നാകാനുള്ള ഒത്തിരി ഏറിയുണ്ട്, ഇതുവരെ നന്നായിട്ടില്ല, നന്നായിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ഓൾസോ ഗെറ്റിംഗ് ബ്ലെസ്ഡ്. സോ ഇന്ന് നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം കർത്താവേ, ഞങ്ങളൊരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ടതുപോലെ കർത്താവെ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ വചനത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. ആ തലമുറകളോട് കർത്താവ് ചെയ്ത വീര്യപ്രവൃത്തികളും കർത്താവ് നടത്തിയ വഴികളും അവരോട് ഉപദേശിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ തരണമേ. അടുത്ത ജനറേഷനെ യേശു ക്രിസ്തുവിൽ വാർത്തെടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവിക സമാധാനത്താൽ ഓരോ കുടുംബങ്ങളും നിറയട്ടെ. എല്ലാ അസമാധാനങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. സ്വസ്ഥതയില്ലാതിരിക്കുന്ന കുടുംബങ്ങളെ വഴക്കുകൊണ്ട്, മദ്യപാനത്തിന്റെ ദുരാത്മാവ് കൊണ്ട് ഭവനത്തെ നശിപ്പിക്കുന്ന ദുഷ്ടന്റെ പ്രവൃത്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ സന്തോഷം, സമാധാനം കുടുംബങ്ങളിൽ ഇറങ്ങണമേ. രോഗികളായിട്ടുള്ളവർ സൗഖ്യമാകട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ വിടുതലാകട്ടെ. അതിന്റെ സിംറ്റംസ് യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ചില ടെസ്റ്റുകളൊക്കെ എടുത്തിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വെളിപ്പെടട്ടെ, അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ. കുഞ്ഞുങ്ങളുടെ മേലുള്ള എല്ലാ വേണ്ടാത്തതും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. അവർ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ എന്റെ കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ. ചില വിഷയങ്ങളൊക്കെ പഠിച്ചിട്ട് അവർക്ക് ഓർമ്മയില്ലാതിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് പരീക്ഷ പേടിച്ചിരിക്കുന്നവരുണ്ട്, ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവരുടെ പരാജയങ്ങൾ ജയമായി മാറട്ടെ. അവർക്ക് വലിയ ധൈര്യം, ഹല്ലേലൂയ, ഞാൻ കൂടെയുണ്ടെന്നുള്ള, കർത്താവ് കൂടെയുണ്ടെന്നുള്ള ധൈര്യം, ഹല്ലേലൂയ, അവർക്ക് ലഭിക്കട്ടെ. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൃപ പകരുന്നതിനായി സ്തോത്രം. നാൾക്ക് നാൾ വർദ്ധിച്ചു വരട്ടെ. അഭിഷേകത്തിലും ശക്തിയിലും നിന്റെ മക്കൾ വർദ്ധിക്കട്ടെ. അവർ ഭൗതികമായും ആത്മീയമായും യേശുവിന്റെ നാമത്തിൽ അവർ വർദ്ധിക്കട്ടെ. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് ജോഷുവ പറഞ്ഞതുപോലെ ആ മുഴുവൻ വീടും യേശുവിന്റെ നാമത്തിൽ അടിസ്ഥാനപ്പെട്ട്, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിച്ച് ക്രിസ്തുവിൽ നിന്ന് നിറഞ്ഞ് നിറവിന്മേൽ നിറവ് പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കൃപ പകരുന്നതിനായി സ്തോത്രം. നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അവർ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. നാളെ ഈ സമയമാകുമ്പോൾ, ഇന്ന് കേട്ട ഒരു ദൂത് പോലെ, നാളെ ഈ സമയമാകുമ്പോൾ ആ വിഷയത്തിന് അത്ഭുതകരമായ വിടുതൽ കാണട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പകരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ഈ ദിവസം നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. വീഡിയോ ഷെയർ ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ യൂട്യൂബിലും ഉണ്ട്. യൂട്യൂബിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് ദ പ്രോഗ്രാം. ഈ ഫേസ്ബുക്ക് പ്രോഗ്രാം ഒരു മാസം ആകുമ്പോഴത്തേക്ക് ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. സോ യൂട്യൂബ് ഇറ്റ് സ്റ്റേസ് ഇൻ യൂട്യൂബ്. അതുകൊണ്ട് ആ യൂട്യൂബിലും ഉണ്ട്. യൂട്യൂബിൽ പക്ഷേ ലൈവായിട്ടല്ല വരുന്നത്, റെക്കോർഡഡ് വീഡിയോസ് ആണ് വരുന്നത്. സോ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ യൂട്യൂബ്
ബ്രദർ റെജി കോശി എന്ന ഹെവൻലി വിസ്റ്റ് എന്ന യൂട്യൂബ് പേജിൽ നിങ്ങൾക്ക് അത് കാണാം. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ്.